ബലികുടീരങ്ങൾ തന്നെ ആത്മാവുണർത്തുന്ന ദുഃഖസത്യങ്ങൾക്കൊരഗ്നി സന്ദേശമായി പ്രാണനിൽ വെട്ടം വിടർത്തും സഖാക്കൾക്ക് ചോരച്ച ധന്യവാദങ്ങൾ. കാവി പുതച്ചൊരു പിണറായിസത്തിൻ്റെ ലീലാവിലാസങ്ങൾ നടനമാടുന്നൊരു കൈരളിയുടെ ബലികുടീരങ്ങളിൽ നിന്ന് ഉയരുന്ന ഗദ്ഗതം കേൾക്കാൻ മലയാള മണ്ണിൽ ആരുമില്ലേ? പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും ഡെമോക്രാറ്റിക് മെസ്സേജ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിണറായിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പലരും പലവിധ നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പിണറായി വിജയന് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ വിലക്കെടുത്ത് അതിനെ നശിപ്പിക്കുക എന്നതാണ് പിണറായിയുടെ ലക്ഷ്യം എന്ന് കേരളത്തോട് ആദ്യമായി പറഞ്ഞ സഖാവിൻ്റെ പേര് ഒഞ്ചിയത്തെ MR മുരളി എന്നായിരുന്നു. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിൽ തന്നെ ഉണ്ടോ അതോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം ഇന്ന് ഈ രാജ്യത്ത് കേരള സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ചപ്പടി വിദ്യക്കാരനായ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനാണെന്ന് നിസ്സംശയം രാഷ്ട്രീയ നിരീക്ഷകർക്ക് വ്യക്തമായി മനസ്സിലാവും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്കൊപ്പം ചേർന്ന് മുസ്ലിം വേട്ടയ്ക്ക് കൂട്ടുനിന്നു എന്ന് അന്നത്തെ ഇടതുപക്ഷം ആരോപിച്ച ലോക്നാഥ് ബെഹ്റയെ DGP ആക്കിക്കൊണ്ടും കേരളത്തിലാകമാനം CPMകാരും INLകാരും PDPക്കാരും പാലക്കാട് പുതുപ്പള്ളിത്തെരുവിലെ സിറാജുന്നിസ എന്ന 12കാരിയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു എന്നതിൻ്റെ പേരിൽ രമൺ ശ്രീവാസ്തവയെ പുറത്താക്കാത്തതിൻ്റെ പേരിൽ കേരളത്തിലാകമാനം പ്രക്ഷുബ്ധാവസ്ഥ സൃഷ്ടിച്ച ഈ കക്ഷികൾ, ആ കക്ഷിയുടെ പ്രതിനിധിയായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ UDFനെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ അന്ന് പ്രതിക്കൂട്ടിൽ കയറ്റിയ ഈ വിഭാഗം, അവരുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളാരും മറക്കരുത്. തുടർന്ന് ഇങ്ങോട്ട് BJP പ്രവർത്തകർക്കോ നേതാക്കൾക്കോ കേരളത്തിൽ ചെയ്യാൻ കഴിയാത്ത വിധം BJPക്ക് വേണ്ടിയുള്ള എല്ലാവിധ രഹസ്യ അജണ്ടകളും നടപ്പിലാക്കി കൊടുക്കാൻ പിണറായി വിജയൻ മുൻപന്തിയിലുണ്ടായിരുന്നു എന്നത് നഗ്നമായ യാഥാർത്ഥ്യങ്ങളിൽ ചിലത് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ PV അൻവർ പറഞ്ഞത്, കേരളത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് MR മുരളിയായിരുന്നു, പിന്നീട് മുസ്ലിം ലീഗിൻ്റെ KM ഷാജിയായിരുന്നു. ഇന്നിപ്പോൾ പലരും അതിൻ്റെ പിറകെ ഓടുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച, ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഒരു നീക്കുപോക്കല്ല RSSും പിണറായി വിജയനും തമ്മിലുള്ളത്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സാർ അധികാരത്തിൽ എത്തിയ ഉടൻ തന്നെ തുടങ്ങിയ ഒരു പ്രതിഭാസമാണ്. അത് PV അൻവറിനെ പോലെ മാത്രമല്ല, മറ്റ് ആര് തന്നെ ശ്രമിച്ചാലും ഒരു സുപ്രഭാതത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ബന്ധവുമല്ല. അത് വളരെ നിഗൂഢമായ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ലക്ഷ്യം മറക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ടെങ്കിൽ, തങ്ങളുടെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രമാണ് എന്നതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്കെത്താൻ തടസ്സം നിൽക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് എന്ന് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയ RSSും BJPയും അവരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യൻ മണ്ണിൽ ആവശ്യം തന്നെയാണ്. അത് ഫാസിസത്തെ എതിർക്കുന്ന കാര്യത്തിൽ മറ്റ് വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഫാസിസത്തെ എതിർക്കുന്ന കാര്യത്തിൽ നായനാരുടെ കാലഘട്ടം വരെ
അക്കാര്യത്തിൽ തങ്ങളാൽ കഴിയുന്ന എല്ലാം ചെയ്തിട്ടുണ്ട് CPM എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള CPMനെ തകർക്കുക എന്നതാണ്, കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തകർക്കുക എന്നുള്ളത് RSSൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിറവേറാൻ പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രിയെ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നത്. കേരളത്തിൻ്റെ വൈദ്യുത മന്ത്രിയായിരിക്കുന്ന സമയത്ത് ലാവ്ലിൻ എന്ന കേസിൽ നിന്നും കോടികൾ അഴിമതി നടത്തി ചടയൻ ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ മരണാനന്തരം വന്ന ഒഴിവിലേക്ക് മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി സഖാവ് പിണറായി വിജയൻ സാർ അധികാരത്തിലെത്തുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് അഴിമതിക്കാരനായ ഒരു ഭരണാധികാരിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള, ഒരു CPM ഭരണാധികാരിയെ കണ്ടെത്താനുള്ള RSSൻ്റെ ശ്രമം വിജയിച്ചു. തൻ്റെ അഴിമതി മുഴുവൻ, താങ്കളുടെ അഴിമതികൾ മുഴുവൻ, ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ സംഭവിച്ചാലും ശരി, പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും ശരി, താങ്കളുടെ ഒരു കേസും ഞങ്ങൾ പുറത്തെടുക്കില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ചില നാടകങ്ങൾ ഞങ്ങൾ കളിക്കും, അത്രമാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറയുന്ന ആളുകളെ നിങ്ങളുടെ ഉദ്യോഗസ്ഥ മേഖലകളിൽ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതുമാത്രമാണ് പിണറായിക്ക് എന്ത് അഴിമതി നടത്താനും അതിൻ്റെ കേസുകളൊന്നും തന്നെ പുറത്തു വരാതിരിക്കാൻ അവർ തമ്മിലുള്ള ഒരു ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിക്ക് പുറത്ത് നടന്ന സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന സഖാവ് സെക്യുലറായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയല്ല എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഴിമതികൾ കാരണം പാർട്ടിയെ വിലക്ക് വാങ്ങണം. അഴിമതി നടത്തുമ്പോൾ അത് മൂടിവെക്കാൻ പണം വേണം. സ്വാഭാവികമായും ഒരു മനുഷ്യൻ ചിന്തിച്ചു പോകും, ഇദ്ദേഹത്തിന് എന്തിനാണ് ഇത്രയും പണം എന്ന്. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു സാധാരണ പൊതുപ്രവർത്തകന്, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഇത്രയും പണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ പിണറായി വിജയന് പാർട്ടിയെ വിലക്കെടുക്കണം, എതിർക്കുന്ന എല്ലാവരെയും വിലക്കെടുക്കണം. അതിന് പണം ആവശ്യമാണ്. അത് കൊമിഞ്ഞുകൂടുന്ന പണം തന്നെ വേണം. അതുകൊണ്ടാണ് കേരളം ഇത്രയും ലജ്ജാകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള പല ചപ്പടി വിദ്യകളും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് മുസ്ലിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ, പിൻവലിക്കുമെന്ന്, നടപ്പിലാക്കാൻ കഴിയില്ല, പിൻവലിക്കുമെന്ന് പരിപൂർണ ബോധ്യമുണ്ടായിട്ടും വഖഫ് ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള തീരുമാനമെടുക്കുകയും മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് വന്നപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു. വളരെ കൃത്യമായി പിണറായി വിജയൻ എന്ന ചപ്പടി വിദ്യക്കാരൻ അറിയാമായിരുന്നു, ഈ നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ എതിർപ്പ് കൊണ്ട് പിൻവലിക്കേണ്ടി വരും. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം, മുസ്ലിംകളുടെ കൂടെ താനുണ്ട്, നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് അംഗീകരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള മുഴുവൻ നാടകങ്ങളും. നരേന്ദ്രമോദിയിൽ നിന്നും സമ്മതം വാങ്ങിക്കൊണ്ട് കേരളത്തിൽ NRC നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചതും മുസ്ലിങ്ങളുടെ വോട്ട് തട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. അതിലൊന്നും നരേന്ദ്രമോദിക്കും പിണറായി വിജയനോട് വെറുപ്പുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇതെല്ലാം പിണറായി വിജയന് അധികാരം തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഗിമ്മിക്കാണ് എന്ന് വളരെ വ്യക്തമായി നരേന്ദ്രമോദിക്കും BJPക്കും RSSനും അറിയാം. നരേന്ദ്രമോദിക്കറിയാം വളരെ കൃത്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ തുടർന്നാൽ മാത്രമാണ് കമ്മ്യൂണിസം തകരുക എന്നുള്ളത്. കമ്മ്യൂണിസം തകർക്കാൻ വേണ്ടിയുള്ള RSSൻ്റെ അജണ്ടയിൽ പിണറായി വിജയൻ അഴിമതിയുടെ കാരണം കൊണ്ട് വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൽ ആദ്യമായി RSSൻ്റെ പരിപാടികൾക്ക് പരസ്യമായി എതിർപ്പ് രേഖപ്പെടുത്തുകയും എന്നാൽ
RSSകാർ കൊണ്ടുവന്ന യോഗയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ സർക്കാർ ഭൂമി പതിച്ചു നൽകിയതും പിണറായി വിജയനാണ്. കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ RSSൻ്റെ മേധാവിയെ കൊണ്ട് ദേശീയ പതാക ഉയർത്തിക്കാൻ അനുമതി കൊടുത്തതും പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയും പോലീസുമാണ്. വളരെ കൃത്യമായി പിണറായി വിജയനോട് ഇപ്പോൾ നടത്തിയിട്ടുള്ള അവസാന പ്രസ്താവന മലപ്പുറം ജില്ലയെക്കുറിച്ച്, മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിൻ്റെ പണം കൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ അത് പറഞ്ഞതോടുകൂടി പിണറായി വിജയ, താങ്കൾക്ക് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കാരണം ADGP കൊണ്ടും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടും മലപ്പുറം ജില്ലയെയും മോശമാക്കി ചിത്രീകരിക്കാൻ, അതുപോലെ തന്നെ BJP നേതാക്കളുമായി ADGPയെ കൊണ്ട് സംസാരിപ്പിച്ചത് താങ്കളാണ് എന്ന് താങ്കൾ വളരെ കൃത്യമായി തെളിയിച്ചു കഴിഞ്ഞു. അപ്പോഴും വളരെ കൃത്യമായി അറിയാം താങ്കളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പോവുകയാണ് എന്ന്. താങ്കളുടെ ലക്ഷ്യം വളരെ കൃത്യമായി ഏറ്റവും കൂടുതൽ അറിയാവുന്നത് താങ്കൾക്ക് മാത്രമാണ്. താങ്കൾ ജനിച്ച, താങ്കൾ വളർന്ന, താങ്കൾ വളർത്തിയ, താങ്കളെ താങ്കളാക്കി മാറ്റിയ പാർട്ടിയെ ഒറ്റിക്കൊടുത്തുകൊണ്ട് നിരവധി രക്തസാക്ഷികളുടെ ബലികുടീരങ്ങളിൽ നിന്നും ഉയർന്നു വന്ന കമ്മ്യൂണിസത്തെ RSSൻ്റെ അടുക്കളയിൽ അടിയറ വെച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യം മാത്രം പൂർത്തീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയ, താങ്കൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. താങ്കൾ വിജയിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ആരൊക്കെ എവിടെയൊക്കെ വെച്ച് എന്തൊക്കെ പറഞ്ഞാലും ശരി, താങ്കൾ എതിർക്കുന്നവരെ എന്തു തന്നെ ചെയ്താലും ശരി, താങ്കളുടെ ലക്ഷ്യം കമ്മ്യൂണിസത്തെ, കേരളത്തിൻ്റെ തുരുത്തിൽ മാത്രം ബാക്കി നിൽക്കുന്ന കമ്മ്യൂണിസത്തെ തകർക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം താങ്കൾ 60% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കി 40% പൂർത്തീകരിക്കാനുള്ള താങ്കളുടെ ശ്രമം വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് കേരളമാണ്. താങ്കളുടെ ലക്ഷ്യം പൂർത്തീകരിക്കും. കമ്മ്യൂണിസത്തെ തകർത്ത് RSSന് വഴിയൊരുക്കി കൊടുക്കുക, BJPക്ക് അധികാരത്തിന്, ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള കേരളത്തിൻ്റെ തടസ്സം നീക്കിക്കൊടുക്കുക എന്ന താങ്കളുടെ ലക്ഷ്യം പൂർത്തീകരിക്കും എന്ന കാര്യത്തിൽ സംശയം ഒട്ടും തന്നെയില്ല എന്ന വിശ്വാസത്തോടെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളായ മുഴുവൻ രാഷ്ട്രീയ സത്യാന്വേഷികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടെന്ന് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.